UDF-നോട് അടുക്കാനുള്ള KTDC ചെയർമാൻ PK ശശിയുടെ നീക്കം നിരീക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം. ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പാലക്കാട് ജില്ലാ നേതൃത്വം കൈമാറിയിട്ടുണ്ട്. പാർട്ടിയെ നേരിട്ട് വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ മൗനം പാലിക്കാനാണ് നേതൃത്വത്തിലെ ഇപ്പോഴത്തെ ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് PK ശശിയുടെ ശ്രമമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഷൊർണൂർ സീറ്റിൽ PK ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വരെ CPIM കാണുന്നുണ്ട്. ഷൊർണൂരിലെ മുൻ MLA ആയ PK ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ പദ്ധതിയിൽ മുസ്ലിം ലീഗും പങ്കാളികളാണെന്ന് CPIM സംശയിക്കുന്നു. ജയസാധ്യതയ്ക്കപ്പുറം ഇടതുമുന്നണിയിൽ ഇളക്കമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കിയാണ് PK ശശിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട്ടെ പരിപാടിയാണ് ശ്രദ്ധ നേടിയതെങ്കിലും അതിനു മുമ്പും PK ശശി UDF വേദികളിലെത്തിയതായി പാലക്കാട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് കരിമ്പുഴയിലും കോഴിക്കോട് MK രാഘവൻ്റെ പരിപാടിയിലും പാലക്കാട് തന്നെ K കരുണാകരൻ ഫൗണ്ടേഷൻ്റെ പരിപാടിയിലുമാണ് PK ശശി UDF നേതാക്കളുമായി വേദി പങ്കിട്ടത്. ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം PK ശശി നിഷേധ സമീപനത്തിലാണ്. എന്നാൽ പാർട്ടിയെ വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ മുതിരാത്തതിനാൽ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കഴിയുന്നില്ല. ഇതാണ് PK ശശിയുടെ വിഷയത്തിൽ CPIM നേരിടുന്ന പ്രതിസന്ധി. അച്ചടക്ക നടപടിക്ക് പിന്നാലെ PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നീക്കണമെന്ന് പാലക്കാട് ജില്ലാ ഘടകം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റായ PK ശശിയെ മാറ്റേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. 24 തിരുവനന്തപുരം.